പലരും പറയുന്നു വീണ ജോർജിൻ്റെ അത് വെറും അഭിനയമാണ്, കഴുത്തിന് പരിക്കൊന്നുമില്ല എന്നൊക്കെ. സത്യത്തിൽ കഴുത്തിന് പരിക്കുണ്ടാവും, പ്രതിഷേധക്കാർ വന്ന് കഴുത്തിന് കുത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം കഴുത്താണ് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ തിരിയുന്ന ടൈം, നമ്മൾ ഉറക്കത്തിൽ തന്നെ നമ്മൾ ശരിയായ രീതിക്ക് ഉറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും നമ്മളിങ്ങനെ തിരിയുമ്പോൾ കഴുത്ത് പെടലി ഇവിടെ ചെറുതായിട്ട് ഉൾക്കും. അങ്ങനെ ഉളിക്കിയാലും അത് നല്ല രീതിയിൽ വേദന എടുക്കും. അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇവർക്ക് സീരിയസ് ആയതുകൊണ്ടാണ് ജില്ലാ ആശുപത്രിയിലും പര്യായ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പം മാറ്റുന്നത്. അതുമല്ല, ഇതിനുള്ള കാരണക്കാർ പ്രതിഷേധക്കാരല്ലാന്നും പറയുന്നുണ്ട്. കാരണം അവരാരും ശരീരത്തിൽ തൊട്ടില്ല, മുട്ടിയില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രതിഷേധക്കാർ അവിടെ വന്നത് കൊണ്ടാണല്ലോ വീണ ജോർജ് കഴുത്ത് ഇങ്ങോട്ടൊരു സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് നോക്കിയത്. അപ്പോഴാണല്ലോ ശരിക്കും കഴുത്തിന് ആ ഒരു പ്രശ്നം വന്നതും. അതുകൊണ്ടല്ല വീണ ജോർജിൻ്റെ അത് ഒരു അഭിനയമല്ല, ഇത് ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ചിലപ്പോൾ US പോകേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിൽ ഇതിനും മാത്രമുള്ള ചികിത്സയും കാര്യങ്ങളൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം വീണ ജോർജിൻ്റെ തന്നെയാണ്. അല്ലാതെ ഒരാളുടെ ചെറിയ കണ്ണു പോയതോ അതുപോലെ തന്നെ ഒരാളുടെ വയറ്റിലേക്ക് കത്രികയുള്ളത് ഇതൊന്നും വലിയ കാര്യമല്ല. മനുഷ്യന്റെ പെടലി ഒലിക്കിയത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ഒരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടതും വയറ്റിൽ കത്രിക ഉണ്ടായതും ഒക്കെ ചർച്ച ചെയ്യാൻ കേട്ടോ. സോ അതുകൊണ്ട് ഇനി ആരും വന്ന് പറയരുത് അഭിനയമാണ്. രാവിലത്തെ ക്യാപ്സ്യൂൾ കഴിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. സോ ഇനി രണ്ടാമത്തെ ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും. കാരണം 3 വീഡിയോയിലും ഒരു രീതിയിലും തുടർന്ന പോലെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് പറ്റും. എയോട് ഞാൻ പ്രോംപ്റ്റ് വെച്ചൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഏതെങ്കിലും വീഡിയോ ഇട്ടാണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ.